എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വീട്ടിൽ തന്നെയായിട്ട് ഒരു ചെറിയ പരിപാടിയാണ്. ഇന്നലെ രാത്രി നമ്മൾ കിടന്നുറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫാൻ വളരെ സ്ലോയിൽ വർക്ക് ചെയ്യണം, കാറ്റൊന്നുമില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് കറണ്ടും ആയിരിക്കും അല്ലെങ്കിൽ ലോ വോൾട്ടേജിൻ്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ എല്ലാ മലയാളികളും ചെയ്യണ തൊട്ട് തന്നെ നമ്മൾ തൊട്ടടുത്ത വീട്ടിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ നല്ല ലൈറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ മറ്റുള്ള ഫാനൊക്കെ ഇട്ട് പോയി കഴിഞ്ഞപ്പോൾ അതൊക്കെ നല്ല പക്കയായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഫാനാണെങ്കിൽ ഇതേ മാക്സിമം 5-ലാണ് കിടക്കുന്നത്, കറണ്ടൊക്കെ ഉണ്ട്, ലൈറ്റൊക്കെ കത്തണുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് സാധനം കറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അറിയാവുന്നവർ തട്ടി മാറ്റിപ്പോക്കോ. അപ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് ചെറിയൊരു ചിലവിൽ ഈ സംഭവം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ചെയ്യണതിന് മുമ്പ് അതിന് സ്വിച്ചൊക്കെ ഓഫ് ചെയ്യണം, പവറൊക്കെ ഓഫ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവരുടെ സ്വിച്ച് മാത്രം ഓഫ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അറിയാവുന്നവർ മാത്രം ചെയ്താൽ മതി, കുട്ടികൾ ദയവായിട്ട് ചെയ്യാതിരിക്കാം. അപ്പോൾ നേരത്തെ ഇതിൻ്റെ കപ്പ് പൊക്ക വലിയ സംഭവമൊന്നും അല്ല കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുള്ളത്. ഒരു ടെസ്റ്റർ എടുത്തിട്ടുണ്ട്. ടെസ്റ്റർ എടുത്തിട്ട് നമ്മൾ ഈ കപ്പാസിറ്റർ ഉണ്ടല്ലോ, ഈ കപ്പാസിറ്റർ അഴിച്ചിട്ട് വേറെ കപ്പാസിറ്റർ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇതിന് വലിയ സംഭവം ഒന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ കപ്പാസിറ്റർ ഒന്ന് അഴിച്ച് കപ്പാസിറ്ററിൻ്റെ ഇത് പിടിക്കുക, ഇപ്പുറത്തെ സൈഡും പിടിച്ചിട്ട് നമുക്ക് പുതിയൊരു കപ്പാസിറ്റർ വെച്ച് കൊടുക്കുക. ഇപ്പോൾ പുതിയത് നമ്മൾ വാങ്ങിക്കാനുള്ള കാരണം നമ്മുടെ അടുത്ത് ഇപ്പോൾ വേറെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ഇട്ട് നോക്കാം. ഒരു 3-4 കപ്പാസിറ്റർ വേറെ ഇരിക്കുന്നുണ്ട്, നമ്മൾ പുതിയതായിട്ടൊന്നും വാങ്ങിക്കണില്ല. ഈ ഒരു കപ്പാസിറ്ററാണ് ഇത് ചെയ്യുന്നത് വെച്ചാൽ മിക്കവാറും ഈ കപ്പാസിറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കുള്ളൂ. നമുക്ക് അതിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വീട്ടിലില്ല എങ്കിൽ ഇതുപോലത്തെ ഒരു കപ്പാസിറ്റർ വാങ്ങിച്ചിട്ട് മാറ്റി നോക്കിയാലും മതി. ഇത് നമ്മുടെ അടുത്ത് ഇരുന്ന് വെച്ച കപ്പാസിറ്ററാണ്. ഇതിൻ്റെ അവസ്ഥ എങ്ങനെയെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഇതിലൊക്കെ പിടിക്കുമ്പോൾ നോക്കി കണ്ടൊക്കെ പിടിക്കണം. കറണ്ടാണ്, ശ്രദ്ധിച്ചൊക്കെ കൈകാര്യങ്ങൾ ചെയ്യണം. ഞാൻ ആദ്യം വിചാരിച്ചിട്ട് ഇത് എന്ത് പറ്റി, ഞാൻ വിചാരിച്ചിട്ട് വല്ല രാത്രി ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇത് ഇത്ര പെട്ടെന്ന് സംഭവിച്ചെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ആദ്യം വിചാരിച്ച വോൾട്ടേജൊക്കെ പോയതായിരിക്കുള്ളൂ, ഇത്ര വലിയ സംഭവം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സാധനം കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ, കപ്പ് താത്തി വെക്കാം. ഇത് സ്ക്രൂ ഇല്ലാത്ത ടൈപ്പ് കപ്പാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ലീഫിൽ പിന്നെ വലിയ കാര്യമായിട്ടുള്ള പൊടിയൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ തുണിയൊന്നും എടുത്ത് തുറക്കണില്ല. ഒന്ന് കറക്കി നോക്കട്ടെ, ഓണാക്കി നോക്കിയിട്ടൊന്ന് പറയാം എന്താ സംഭവം എന്ന് പറയാം. നോക്കിയോ, റെഡി, 1 2 3. അപ്പോൾ നമ്മൾ പുതിയ കപ്പാസിറ്ററൊക്കെ ഇട്ട് കഴിഞ്ഞ് ഫാൻ ഓൺ ചെയ്തപ്പോൾ ഫാൻ നല്ല പക്കയായിട്ട് തന്നെ കറങ്ങുന്നുണ്ട്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില ഫാനുകൾക്ക് വേറെ ചില കംപ്ലൈൻറ്റുകളായിരിക്കും. അതായത് ഇതിൻ്റെ റണ്ണിങ് കോയിലോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കോയിലോ അങ്ങനെ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാലും ചെറിയ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ കംപ്ലൈൻറ്റ് വന്നത് ഇതിൻ്റെ കപ്പാസിറ്ററിൻ്റെ കുഴപ്പമായതുകൊണ്ടാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ ബായ്.